ഷവോമി അവരുടെ 10th ആനിവേഴ്സറി പ്രമാണിച്ച് 2 സ്മാർട്ട് ഫോൺസ് ആണ് ലോഞ്ച് ചെയ്തത്. ഒന്ന് Mi 10 അൾട്രയും മറ്റൊന്ന് റെഡ്മി K30 അൾട്രയും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് Mi 10 അൾട്രയുടെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസിനെ പറ്റിയാണ്. അപ്പോൾ ഒട്ടും ലേറ്റ് ആകുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ സ്പെസിഫിക്കേഷനോട് കൂടി തന്നെയാണ് Mi 10 അൾട്ര ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി നോക്കാം. 6.67 ഇഞ്ച് ആംലോഡ് പഞ്ച് ഹോൾ കട്ടൗട്ട് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്മൂത്തർ സിസ്റ്റം, ഒരു ഗെയിം പ്ലേയും ഇതിൽ തന്നെ ലഭിക്കുന്നതാണ്. ഇതൊരു ഫുൾ HD+ OLED പാനലാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആൻഡ്രോയിഡ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. പ്ലസ് MIUI 12ഉം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 4 RAM വേരിയൻറ്റിലാണ് ഇത് അവൈലബിൾ ആകുന്നത്. 6GB 128GB, 8GB 128GB, 12GB 256GB ആൻഡ് 12GB 512GB. കളർ വേരിയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 3 വേരിയൻറ്റിലാണ് അവൈലബിൾ ആകുന്നത്. ഒബ്സിഡിയൻ ബ്ലാക്ക്, മെർക്കുറി സിൽവർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് എഡിഷൻ. ക്യാമറയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കുറേ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത്. 48 MB മെയിൻ ക്യാമറയും 48 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസുമാണ് വരുന്നത്. ഇതിൽ രണ്ടിലും OIS കൊടുത്തിട്ടുണ്ട്, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. നമുക്കിതിൽ ഒരു 8K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും, അതും 20 ഫ്രെയിം/സെക്കൻഡ്സിൽ. പിന്നെ വരുന്ന ക്യാമറയാണ് 12 MB ടെലിഫോട്ടോ നോർമൽ ലെൻസ്. നാലാമത്തെ ക്യാമറയാണ് 20 MB അൾട്രാവൈഡ് ക്യാമറ. ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 20 MB സെൽഫി ടൈനി പഞ്ച് ഹോൾ കട്ടൗട്ട് ക്യാമറയാണ് വരുന്നത്. ഷവോമി ഇതിനെ വിളിക്കുന്നത് ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറ എന്നാണ്. ടെക്നിക്കലി കറക്റ്റ് ആണെങ്കിലും ഇതിനെപ്പറ്റി കുറച്ച് എതിരഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ബാറ്ററിയുടെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയോട് കൂടിയാണ് വരുന്നത്. 2250ൻ്റെ 2 ബാറ്ററി കമ്പൈൻ ചെയ്താണ് 4500 mAh വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കൂടെ 120 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് നമുക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും നമുക്ക് ഈ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് 5 മിനിറ്റും കൊണ്ട് 41% നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. 23 മിനിറ്റും കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാനും സാധിക്കും. ഇനി നിങ്ങളുടെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ട സമയം വെറും 40 മിനിറ്റ് മാത്രമാണ്. നമുക്കിനി ഈ ഫോണിൻ്റെ അതർ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ക്യാമറ ബേസ്ഡ് ഫേസ് അൺലോക്ക് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. IR ബ്ലാസ്റ്റർ ഉണ്ട്. NFC ഫീച്ചർ അവൈലബിൾ ആണ്, അതായത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ. സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 5യുടെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 6 ബാക്കിലും വരുന്നുണ്ട്. സോ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഷവോമി ഈ സ്മാർട്ട് ഫോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഈ സ്മാർട്ട് ഫോൺ എന്ന് ലോഞ്ച് ആകുന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. നമുക്കിനി ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കാം. ചൈനയിലെ വില കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ അറൗണ്ട് 57,000 റുപ്പീസാണ് വരുന്നത്. എന്തായാലും ഷവോമിയുടെ ഒരു ഹൈ സ്പെസിഫിക്കേഷനോട് കൂടി തന്നെ ഇറക്കിയ ഒരു അടിപൊളി സ്മാർട്ട് ഫോണാണ് Mi 10 അൾട്ര. അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.